ഹലോ, നമുക്കൊരു മത്തി വെച്ചിട്ട് ഇന്നൊരു കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ ഭയങ്കര സിമ്പിളാണ്. ഇത്ര വേഗത്തിൽ മീൻ കറി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ പോകാം. അപ്പോൾ നമ്മൾ മത്തിയെല്ലാം ഇങ്ങനെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് മത്തിയെല്ലാം നമ്മൾ ഓരോന്നോരോന്നായിട്ട് നേരത്തെ വെച്ച് കൊടുത്തു. ഇനി നമുക്കിതിനകത്തോട്ട് ഉള്ളിയാണ് വേണ്ടത്. സബോളയല്ല, നമ്മൾ ഉള്ളി തന്നെ ഇടണം. അപ്പോൾ ഉള്ളിയെല്ലാം നമ്മൾ അതിൻ്റെ മണ്ടയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 to 5 വരെ നമുക്ക് പച്ചമുളക് എടുക്കാം. അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഇഞ്ചിയാണ് വേണ്ടത്. അപ്പോൾ ഒരു മീഡിയം കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി, അങ്ങനെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിനകത്തോട്ട് പൊടികളായിട്ട് മല്ലിപ്പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മല്ലിപ്പൊടിയും കുരുമുളക് പൊടി. നമ്മൾ ഇതിനകത്ത് മുളക് പൊടിയോ അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല. ആകെ മല്ലിപ്പൊടിയും കുരുമുളകും മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത്ര ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പം ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മത്തി മുങ്ങി കിടക്കാനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസ് കത്തിക്കാം. ഇത് അതിനകത്തോട്ട് വെക്കുക. ഇനി നമുക്ക് ഈ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം. ഇത് കറിയൊക്കെ നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫൈനലി നമുക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പം മസ്റ്റ്